അനിശ്ചിതത്വം ഉയരുമ്പോൾ നിക്ഷേപകർ ജാഗ്രത പാലിക്കുന്നു. സ്വർണവും വെള്ളിയും, ലോകത്തിലെ പഴയ രണ്ട് സമ്പാദ്യങ്ങളും വീണ്ടും തിളങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. മെയ് മാസത്തിൽ സ്വർണം 10 ഗ്രാം 94,999 രൂപയായി ഉയർന്നു. തുടർന്ന് വെള്ളിയും കിലോഗ്രാമിന് 1,02,992 ഉയർന്നു. എന്തുകൊണ്ട്? കാരണം ആഗോള കടം ഉയരുകയും പണപ്പെരുപ്പം നിലനിൽക്കുകയും ചെയ്തു. ഭൗമരാഷ്ട്രീയ അപകട സാധ്യതകൾ വീണ്ടും ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ശരിക്കും മനസ്സിലാക്കാൻ, ഈ വളർച്ച നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് മനസ്സിലാക്കാൻ മുഴുവൻ വീഡിയോയും കണ്ട് തുടരുക. അധ്യായം 1. സ്വർണത്തിന്റെ വില ഉയരാൻ കാരണം. ഈ വർഷം ഒരു പ്രധാന ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് യുഎസിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് കുറച്ചു. അതായത് കടം തിരിച്ചടയ്ക്കാനുള്ള സർക്കാരിന്റെ കഴിവിൽ അവർക്ക് ആത്മവിശ്വാസം കുറവാണ്. കാരണം യുഎസ് ദേശീയ കടം 3060 ലക്ഷം കോടി രൂപ കവിഞ്ഞു, അല്ലെങ്കിൽ $36 ട്രില്യൺ. തൽഫലമായി ബോണ്ട് ആദായം കുതിച്ചുയർന്നു. ഡോളർ വില ഇടിഞ്ഞ് നിക്ഷേപകർ സ്വർണത്തിലേക്ക് കുതിച്ചു. ഇത് പുതിയ കാര്യമല്ല. മാന്ദ്യം, യുദ്ധങ്ങൾ, പകർച്ചവ്യാധികൾ എന്നിങ്ങനെ എല്ലാ പ്രധാന പ്രതിസന്ധികളിലും സ്വർണം ഒരു സുരക്ഷിത താവളമായി തുടരുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ അടുത്തേക്ക് പോയി ഇന്ത്യയിലേക്ക് നോക്കാം. അധ്യായം 2. ഇന്ത്യയുടെ വളരുന്ന സ്വർണ്ണക്കഥ. സ്വർണവുമായുള്ള ഇന്ത്യയുടെ ബന്ധം സാംസ്കാരികവും വൈകാരികവും കൂടുതൽ തന്ത്രപരവുമാണ്. വിവാഹങ്ങൾക്കും ഉത്സവങ്ങൾക്കും വീടുകൾ സ്വർണം വാങ്ങുന്നത് തുടരുമ്പോൾ കൂടുതൽ രസകരമായ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ RBI ഏകദേശം 60 ടൺ സ്വർണം കൂട്ടിച്ചേർത്തു. ഇതോടെ RBIയുടെ മൊത്തം സ്വർണ്ണ നിക്ഷേപം 880 ടണ്ണായി. ലോകമെമ്പാടും കേന്ദ്ര ബാങ്കുകളും ഇതുതന്നെയാണ് ചെയ്യുന്നത്. ഡോളറിൽ നിന്ന് മാറി സ്വർണം പോലുള്ള ദൃശ്യമായ അസറ്റുകളിലേക്ക് നീങ്ങുന്നു. ശരി, സ്വർണം മാത്രമല്ല, വെള്ളിയും പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ്. നമുക്ക് അതുകൂടി പരിശോധിക്കാം. അധ്യായം 3. സിൽവർ, ദി ഇൻഡസ്ട്രിയൽ അണ്ടർഡോഗ്. സ്വർണവും വെള്ളിയും സമ്പദ് വ്യവസ്ഥയിൽ ഇരട്ട പങ്ക് വഹിക്കുന്നു. അവ മൂല്യശേഖരമായും വ്യാവസായിക ലോഹങ്ങളായും പ്രവർത്തിക്കുന്നു. എന്നിരുന്നാലും സ്വർണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വെള്ളിക്ക് വ്യാവസായിക പ്രയോഗങ്ങൾ വളരെ കൂടുതലാണ്. വൈദ്യുത വാഹനങ്ങൾ, സോളാർ പാനലുകൾ, സെമി കണ്ടക്ടറുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയിൽ പോലും ഇതുപയോഗിക്കുന്നു. ലോകം കൂടുതൽ ശുദ്ധമായ സാങ്കേതിക വിദ്യയിലേക്കും വൈദ്യുതീകരണത്തിലേക്കും നീങ്ങുമ്പോൾ വെള്ളിയുടെ ആവശ്യകത കുതിച്ചുയരുകയാണ്. വിതരണത്തെക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് വെള്ളി വെറുതെ പിടിച്ചു നിൽക്കുകയല്ല, മറിച്ച് പെട്ടെന്ന് വില ഇടിഞ്ഞു തുടങ്ങും. അപ്പോൾ ഇവിടെ കാണാം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ സ്വർണമോ വെള്ളിയോ എങ്ങനെ സമർത്ഥമായി ചേർക്കാമെന്ന്. അവസാന അധ്യായം. നിങ്ങൾക്ക് എങ്ങനെ നിക്ഷേപിക്കാം. സ്വർണത്തിന്റെ മൂല്യത്തിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് നിങ്ങൾ ഭൗതിക സ്വർണം വാങ്ങേണ്ടതില്ല. ICICI പ്രുഡൻഷ്യൽ ETF-കൾ അല്ലെങ്കിൽ മറ്റ് ICICI പ്രുഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ പോലുള്ള മികച്ച നിക്ഷേപ ഓപ്ഷനുകൾ പരിഗണിക്കുക. അവ നിങ്ങളുടെ മൊത്തത്തിലുള്ള സമ്പദ് തന്ത്രത്തെ പൂരകമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ദീർഘകാല വൈവിധ്യവൽക്കരണ പദ്ധതികളാണ്. ഉപസംഹാരം. സ്വർണവും വെള്ളിയും തിളക്കം മാത്രമല്ല, അവ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ നയിക്കാനുള്ളതാണ്, പ്രത്യേകിച്ച് ലോകം അസ്ഥിരമായി തോന്നുമ്പോൾ. അതിനാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളക്കം നൽകേണ്ട സമയമായിരിക്കാം. താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ മാർക്കറ്റിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക.